നിയുക്ത നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണും. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് കൂടിക്കാഴ്ച. നിലമ്പൂരിൽ കരുത്ത് കാട്ടിയതോടെ PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ദീപക് തർമ്മടം ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ വിശദാംശങ്ങളുടെ ഭാഗമായി നമുക്കൊപ്പം തത്സമയം ചേരും. അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതിൻ്റെ രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം ദീപക് തർമ്മടത്തിലേക്ക്. ദീപക്, യഥാർത്ഥത്തിൽ ഈ PV അൻവറിനോടുള്ള കർക്കശമായ നിലപാട് കോൺഗ്രസ് നേതാക്കൾ മയപ്പെടുത്തുന്നു. എന്നാൽ VD സതീശൻ്റെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല. SK ഇതിൽ KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ഒരു ഘടകമല്ല നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായ മത്സരത്തിൽ PV അൻവർ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇന്നലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അത് മാറ്റി പറഞ്ഞു. ഇത്രയും വോട്ട് പിടിക്കുന്നതിനെ കാണാതെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. മറ്റു നേതാക്കൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ നേരത്തെ തന്നെ PV അൻവറിന് അനുകൂലമായിരുന്നു. മുസ്ലിം ലീഗ് അൻവർ UDF-നൊപ്പം വേണമെന്ന ശക്തമായ നിലപാടായിരുന്നു. ആ കാര്യം പൈലറ്റ് ചെയ്തിരുന്നത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതിന് തങ്ങൾ കുടുംബത്തിൻ്റെ പിന്തുണയുമുണ്ടായിരുന്നു. കാരണം മലബാറിൽ ഒരു ഒറ്റക്കൊമ്പനെ നമുക്കൊപ്പം കിട്ടിയാൽ അത് ഗുണമുണ്ട് എന്നുള്ളതാണ് ലീഗിൻ്റെ ആ കാര്യത്തിലെ നിലപാട്. മാത്രവുമല്ല, ഒറ്റയ്ക്ക് 20,000-ഓളം വോട്ട് PV അൻവർ പിടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ മുന്നണികൾക്ക് ഒരു വലിയ ഗുണപാഠമാണ്. കാരണം ഒറ്റയ്ക്ക് നിന്ന് PV അൻവറിന് ഇത്ര പിടിക്കാൻ പറ്റി എന്നുള്ളത് മുന്നണികൾ എത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും സാധിക്കാത്ത രീതിയിലുള്ള ലീഡ് വർദ്ധിപ്പിക്കാൻ ഈ അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്ന തിരിച്ചറിവ് UDF-നുണ്ടായിട്ടുണ്ട് SKN. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു മയപ്പെടുത്തൽ ഉണ്ടായേക്കും. പക്ഷേ എന്നാൽ VD സതീശൻ ഈ കാര്യത്തിൽ നിലപാട് മയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ഇപ്പോഴും നോ കമൻസ് എന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയുന്നത്. മറ്റൊന്ന്, AP അനിൽകുമാറും ഈ കാര്യത്തിൽ ഒരേ നിലപാടാണ്. സ്വാഭാവികമായും അത് KC വേണുഗോപാൽ വരെ, ഹൈക്കമാൻഡ് വരെ ഒരേ നിലപാടിലേക്ക് പോകും. പക്ഷേ എന്നാൽ ലീഗ് ഈ കാര്യത്തിൽ UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ ലീഗിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പോലും തയ്യാറായേക്കും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. താങ്ക് യു ദീപക് തർമ്മടം. ഇനി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ ആര്യാടൻ ഷൗക്കത്ത് കാണുന്നുണ്ട്. വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ഗുഡ് മോർണിംഗ്. ക്ഷീണമൊക്കെ മാറിയോ തെരഞ്ഞെടുപ്പിൻ്റെ? നല്ല പ്രകടനമായിരുന്നു വിപിൻ സി വിജയൻ്റെ. സന്തോഷം, പറയൂ. താങ്ക് യു SKN. അതെ, ഇപ്പോൾ ഇന്നും കൂടി അതിൻ്റെ ഒരു ബഹളം തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിയുക്ത MLA ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് സന്ദർശിക്കുകയാണ്. പാണക്കാട് സന്ദർശിക്കുന്നത് 9:30 കൂടിയാണ്. 9:30 കൂടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ അത് ഒരു നന്ദി പറച്ചിൽ കൂടിയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അതിലൊരു പിണക്കമുണ്ട്, അല്ലെങ്കിൽ വോട്ട് ലഭിക്കില്ല തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങളും ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഒരു കൺവെൻഷനുകളുമായി ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കമിട്ടു. അതിനുശേഷം ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് UDF-ൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി വോട്ടർമാർക്ക് നന്ദി പറയാനുള്ള പര്യടനം കൂടി ആരംഭിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. 9 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രകടനങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 24-മായി MLA സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനമായും പറഞ്ഞത് നിലപാടുകൾ തമ്മിലാണ്. PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായിട്ടുള്ള പല വിധത്തിൽ ആക്രമിക്കുന്ന ഇതുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അത് പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. തൻ്റെ സിനിമകൾ തൻ്റെ രാഷ്ട്രീയമാണ്. ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല UDF-നെ വോട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിമർശനങ്ങൾക്കും കൂടി മറുപടി പറയുകയായിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം 24-ലൂടെ. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ച അത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിട്ടുണ്ട് എന്നുള്ളതിനും വലിയ രാഷ്ട്രീയ മാനങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുണ്ട്. SK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.